കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായൊരു പ്രശ്നമുണ്ടായിരുന്നു. അന്ന് ദീപികയിൽ വന്ന പരസ്യം മണിപ്പൂരിൻ്റെ വേദനയാണെങ്കിൽ എന്താണ് ഇതുപോലെ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം എന്താണ് ഒരു പർദ്ദാധാരിയായ ഒരു സ്ത്രീയുടെ ഹാഫ് മുഖം വെച്ചു ന്യൂനപക്ഷങ്ങളുള്ള മറ്റൊരു പരസ്യമാണ്. അന്നും ഇതേ ചോദ്യം ഉയർന്നതാണ്, എന്തുകൊണ്ട് അങ്ങനെ ഓരോന്നായി കൊടുക്കുന്നു എന്ന് ചോദ്യം ഉയർന്നതാണ്. ഇപ്പോൾ ഈ സിറാജിലും സുപ്രഭാതത്തിലും സർക്കുലേഷൻ കൂടുതലാണ്, റേറ്റ് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്ന ന്യായം നിലനിൽക്കുന്ന ന്യായമാണോ ശ്രീ അനിൽകുമാർ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി, സർക്കാരിനെതിരായി എല്ലാ ദിവസവും എന്നപോലെ പരസ്യപ്പലകകളെപ്പോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് നൽകിയ പരസ്യം ഇത്രയേറെ വേവലാതി ഉണ്ടാക്കിയെങ്കിൽ സ്വാഭാവികമായും അത് കൊള്ളിടത്ത് കൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കാര്യത്തിൽ വ്യക്തത പറയാൻ ആഗ്രഹിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വൈകുന്നേരം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഗണിതത്തിൽ മാറ്റം വന്നിരിക്കുന്നു, രാഷ്ട്രീയ വ്യാകരണത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഒന്നാം സ്ഥാനത്ത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന മുന്നേറ്റമാണ് LDF അവിടെ തുടർച്ചയായി നടത്തിക്കൊണ്ടുവന്നത്. അത് ഞങ്ങൾ നേടിക്കഴിയുന്നു എന്ന തരത്തിലേക്ക് ജനസമ്മതിയിലേക്ക് എത്തുന്നു എന്ന് സന്തോഷമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് വല്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടു. അദ്ദേഹം പറയുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡുകളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് എന്തോ തെറ്റായ കാര്യമാണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തിന് തെളിവ് നൽകാം. ആ കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതായി ആ പ്രതികളുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള രേഖകൾ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡീകോഡ് ചെയ്ത് കണ്ടുപിടിച്ചതിൻ്റെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മിനിഞ്ഞാന്ന് പുറത്തു വന്നു. അപ്പോൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടേ. രണ്ടാമത്തെ കാര്യം, ആ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് എങ്ങനെയെന്ന് വിവരമറിയാൻ തക്കവണ്ണം അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ AICC നിർദ്ദേശിച്ച ഏജൻസി ഇതുവരെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. അത് കോടതി വാറണ്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യാജമെന്ന് പറയുന്നത് അവിടെ ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത്, ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ്സിലെ കേസിലെ പ്രതിയായ ആളെയാണ് ഫെനി നൈനാനെ ആ നീലപ്പെട്ടിയായിട്ട് കാണുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു. ഞങ്ങൾക്ക് സന്തോഷമായി. ഇന്നലെ നീലപ്പെട്ടിയും കൊണ്ട് കോൺഗ്രസ്സുകാർ പാലക്കാട് ജാഥ നടന്ന് കണ്ടപ്പോൾ ഇവരെക്കുറിച്ച് ഓർത്ത് അത്ഭുതം കൂടരുതേ. ഫെനി നൈനാൻ്റെ കയ്യിലെ നീലപ്പെട്ടി ഫെനി നൈനാനെയാണ് തുറന്ന് കാണിക്കുന്നത് പെട്ടിക്കൊപ്പം. അത്രയെങ്കിലും വിവരം വേണ്ട ഇവരുടെ ഇലക്ഷൻ മാനേജർമാർക്ക്. മൂന്നാമത്തതാണ്, വ്യാജ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരാതി കലക്ടർ സ്വീകരിച്ചു. എന്നിട്ട് വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ ഒഴിവാക്കാൻ വേണ്ടി കലക്ടർ നടപടി സ്വീകരിച്ചു. അതിന് പ്രത്യേകമായൊരു പട്ടിക തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെതിരായിട്ട് സതീശൻ്റെ പരാക്രമം കണ്ടില്ലേ? പിന്നെ വ്യാജമദ്യം പിടിച്ചത് ഇവരെ അസ്വസ്ഥപ്പെടുത്തിയതിനാണ് ബഹുമാനപ്പെട്ട ജിൻഡോ. ചിറ്റൂര് കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഗോപാലസ്വാമി കൗണ്ടറുടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ പിടിയിലായല്ലോ. 3600 ലിറ്റർ വ്യാജമദ്യമായിട്ട്, സ്പിരിറ്റുമായിട്ട്. അത് നിങ്ങൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ പാലക്കാട്ടെ മനുഷ്യരുടെ മുമ്പിൽ ഉള്ളപ്പോൾ തന്നെയാണ് നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചങ്കത്തേക്ക് വെച്ചൊരു സാധനം. ഇവിടെ ബഹുമാനപ്പെട്ട ജിൻഡോ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത സന്തോഷമായി. എന്താണെന്നറിയാമോ? അറയ്ക്കുന്നതാണ് പരസ്യത്തിൽ വന്നത്. അറയ്ക്കുന്ന കാര്യങ്ങളാണ് പരസ്യത്തിൽ വന്നത്. ഞാൻ അതാണ് അദ്ദേഹത്തോട് പറയുന്നത്, അറപ്പുളവാക്കുന്ന കാര്യം. എന്തായിരുന്നു അറയ്ക്കുന്ന കാര്യം? ആ കാക്കി ട്രൗസർ ഇട്ടൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. അയാൾ അയാളുടെ ട്രൗസർ അഴിച്ചോ? അയാൾ അയാളുടെ RSSൻ്റെ വേഷം അഴിച്ചോ? അഴിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മ കോൺഗ്രസിൻ്റെ ഒരു അധ്യാപക സംഘടന ഭാരവാഹിയായിരുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മ പറഞ്ഞു RSSൻ്റെ കാര്യാലയത്തിന് ഞാൻ സ്ഥലം ദാനം ചെയ്യാൻ പോകുന്നു. RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് സുധാകരൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോകണോ? പാണക്കാട് തങ്ങളെ അതിൻ്റെ നാടമുറിക്കാൻ വിളിച്ചിരിക്കുകയാണോ? എന്തിനാ പാണക്കാട്ടേക്ക് ഓടിയത്? ഇവിടെ പറഞ്ഞല്ലോ എന്താണ്, ഒരു മാധ്യമങ്ങൾ സെലക്ട് ചെയ്തു. ഞാൻ ചോദിക്കും, നിങ്ങൾ സെലക്ട് ചെയ്തതിനാ പാണക്കാട്ടേക്ക് പോയത്? അറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്ത, മതവിദ്വേഷത്തിൻ്റെ വേദാന്തം ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ, ഏറ്റവും വൃത്തികെട്ട നാവായി പ്രവർത്തിച്ചൊരു മനുഷ്യൻ അയാളുടെ RSS എന്ന് പറയുന്ന അതിനെ തള്ളിപ്പറയാതെ, RSSനെ തള്ളിപ്പറയാതെ അതിൻ്റെ ഗണവേഷത്തോടുകൂടി രംഗത്തിറങ്ങിയപ്പോൾ ഇയാൾ ഇന്നയാളാണ് എന്ന് പറയുന്നത് ഒരു പരസ്യത്തിൽ വന്നപ്പോൾ, പരസ്യം കണ്ടപ്പോൾ തന്നെ അറയ്ക്കുന്നതാണ്. ഈ പറയുന്ന ഈ രാഷ്ട്രീയ പ്രതികരണം നടത്താനും പരസ്യം കൊടുക്കാനും അവകാശം നിങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വിലങ്ങതേടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സന്ദീപ് വാര്യർ BJP വിടാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും CPM നേതാക്കൾ പരവതാനി വിരിച്ചു വന്നേ.
അതാണ് പ്രശ്നം. ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞതിനെ കുറിച്ചാണ് ജിൻഡോ നേരത്തെ പറഞ്ഞത്. എ കെ ബാലൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ശ്രീ കെ അനിൽകുമാർ പറയുമോ? ഒരിക്കലുമില്ല. ഞാനത് പറഞ്ഞുതരാം. ഞാൻ തെറ്റാണെന്ന് പറയും. ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ പറഞ്ഞ വാചകം സഖാവ് എ കെ ബാലൻ പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ മാഷ് എം പി രാജേഷും പറഞ്ഞിട്ടില്ല. ബന്ധപ്പെടേണ്ട പ്രോസസ്സാ പറഞ്ഞത്. എ കെ ബാലൻ പറഞ്ഞത് വളരെ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. അല്ല, എ കെ ബാലൻ പറഞ്ഞു സന്ദീപ് വാര്യർ വളരെ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ RSSന്റെ ഐഡിയോളജിയുമായി അദ്ദേഹത്തിന് ചേർന്ന് പോകാൻ കഴിയാത്ത മനുഷ്യനാണെന്നും പറഞ്ഞു എ കെ ബാലൻ. പറയട്ടെ സാർ, അവിടെയാണ് ബഹുമാനപ്പെട്ട ഹാഷ്മിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഞങ്ങൾ ബി ജെ പി എതിർക്കുന്നില്ല എന്നാണല്ലോ ബഹുമാനപ്പെട്ട ജിൻഡോയുടെ പരാതി. ഇന്നിപ്പോൾ ചർച്ച പറഞ്ഞ പോയിന്റ് അതാണ്. ഞങ്ങൾ ബി ജെ പിയെ ദുർബലപ്പെടുത്തുന്നില്ല. പക്ഷേ ബി ജെ പിക്ക് എന്നൊരാൾ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാണെന്ന് ഒരു വിവരം കിട്ടിയാൽ ഞങ്ങളുടെ നിലപാട് എന്താണ്? ആ ആളെ അവിടെ നിന്ന് ഇളക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാട്. ബി ജെ പിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് ബി ജെ പിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി അയാളെ പ്രകോപിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് പ്രചോദനം നൽകി. അതിൻ്റെ ഭാഗമായി അയാൾ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞാൽ ബി ജെ പിയെ തള്ളിപ്പറയുന്നിടത്തോളം ഞങ്ങൾ പിന്തുണയ്ക്കും. എന്നാൽ താരപ്രചാരകനാക്കുകയല്ല. നിലപാടാണ് ഞാൻ പറഞ്ഞത്. എ കെ ബാലൻ പറഞ്ഞ സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ്. എ കെ ബാലൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ എ കെ ബാലൻ പറഞ്ഞ് നമ്മളോടാണ്. ആ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാവോ? വ്യക്തിപരമായി നല്ല മനുഷ്യനാണ് അദ്ദേഹം. ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല, പല കാരണങ്ങളാൽ. അപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന് അവരുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും RSSൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ അനിൽകുമാർ, ഇന്നിപ്പോൾ വിശ്വനാവ് എന്ന് പരസ്യത്തിൽ പറഞ്ഞ സന്ദീപ് വാര്യരെ കുറിച്ച് എ കെ ബാലൻ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. ഒരു പടി കൂടി കാരണം ദാർശനിക തലത്തിലേക്ക് പോകുന്നു എ കെ ബാലൻ. ദാർശനിക തലത്തിൽ നോക്കിയാൽ RSSനകത്ത് നിൽക്കുമ്പോൾ തന്നെ RSSന്റെ ഐഡിയോളജിയോട് ചേർന്ന് പോകാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് സന്ദീപ് വാര്യർ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തവർ നിങ്ങളല്ലേ ശ്രീ അനിൽകുമാർ? അപ്പോൾ സ്വാഭാവികം കോൺഗ്രസ് ചോദിക്കില്ല, നിങ്ങളന്ന് പറഞ്ഞ് ഇപ്പോഴൊന്ന് മാറ്റി പറഞ്ഞ് ചോദിക്കില്ലേ? അല്ലല്ല, നാളെ ഒരു കാര്യം ചെയ്തേര്, എളുപ്പം വഴി ഞാൻ പറഞ്ഞുതരാം. നാളെ ഒരു പരസ്യം കൊടുത്തേര്. ഞാൻ മിനിങ്ങാന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെല്ലുവിളിച്ചായിരുന്നു. സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചു. സൗഹൃദമുള്ള ആളാണ്, വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ സൗഹൃദം വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചെത്തുകയാണ്. പരസ്യമായി RSSൻ്റെ ഉപ്പായ ഊരുവോ RSSൽ നിന്ന് രാജിവെക്കാൻ നമ്മുടെ രാജ്യത്ത് പറ്റത്തില്ല. കാരണം RSS എന്ന് പറയുന്നത് ഭരണഘടനയുള്ള സംഘടനയല്ല. RSS എന്ന് പറയുന്നത് മെമ്പർഷിപ്പുള്ള സംഘടനയല്ല. നിങ്ങൾക്ക് ഗാന്ധിയെ കൊന്നാലും, അത് വലുതായിട്ട് വെടിവെച്ച് കൊന്നാലും ചെറുതായി വെടിവെച്ച് കൊന്നാലും നിങ്ങൾക്ക് RSSന് രാജിവെക്കാനാവില്ല. അതുകൊണ്ടാണ് ഗോഡ്സെ RSSകാരനാണോ എന്ന് തർക്കത്തിനകത്ത് ഇപ്പോഴും RS തർക്കിച്ച് നിൽക്കുന്നത്. അവിടെ RSSൻ്റെ കുപ്പായം ഞാൻ അഴിക്കുന്നു എന്ന് പറയിപ്പിക്കാവോ? നാളെ പരസ്യം ചെയ്യൂ. നിങ്ങൾ സുപ്രഭാതത്തിലോ ഇനി ഇഷ്ടപ്പെടുന്ന ദേശാഭിമാനിയിലോ ഞാൻ ദേശാഭിമാനി സന്ദീപ് പറഞ്ഞില്ലേ ആ വാർത്താ സമ്മേളനത്തിൽ, സന്ദീപ് കോൺഗ്രസിലേക്ക് ചേരുന്ന ആ വാർത്താ സമ്മേളനം സന്ദീപ് തന്നെ പറഞ്ഞില്ലേ, എന്റെ ഭൂതകാലത്തെ ഞാൻ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്, ഈ പറയുന്ന ഞാൻ പറഞ്ഞതിനെ തള്ളിക്കളയെന്ന് പറഞ്ഞില്ലേ? RSSനെതിരെ ഒരു വാക്ക് കേൾപ്പിക്കൂ. എന്റെ രാഷ്ട്രീയം തള്ളിക്കളയെന്ന് എന്താണ്? BJP RSS രണ്ടും രണ്ടാണോ? ചലഞ്ച് ചെയ്യൂ. BJP RSS രണ്ടും രണ്ടാണെന്നാണോ അനിൽകുമാർ പറയുന്നത്? ഐ ചലഞ്ച് ചെയ്യൂ. രണ്ടും രണ്ടാണ്. BJP എന്ന് പറയുന്ന മാതൃസംഘടനയല്ല. മാതൃസംഘടന RSSും BJP എന്ന് പറയുന്നതും മകനും മകളുമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരേ സമയം RSSനും കോൺഗ്രസിലും പ്രവർത്തിക്കാം. ഒരേ സമയം ഒരു RSSകാരനും കോൺഗ്രസിലും BJPയിലേക്ക് പ്രവർത്തിക്കാം. അങ്ങനെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പണ്ട് പ്രമേയം പാസ്സാക്കിയതാണ് 1949. RSSകാർ ഗാന്ധിയെ കൊന്ന ശേഷം ഈ RSSൽ കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാമെന്ന് പ്രമേയമുണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് ഇന്നത്തെ രാത്രി പറയുന്നു, ഞാൻ എൻ്റെ വാദങ്ങൾ പിൻവലിക്കും. ഒറ്റ കണ്ടീഷൻ, അങ്ങ് എ കെ ബാലൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഞാൻ സന്ദീപിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. RSSനെ തള്ളിപ്പറയുന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞോ? അതാണ് ഇന്നത്തെ രാത്രിയിലെ ചോദ്യം. RSSനെ തള്ളിപ്പറഞ്ഞൊരു വാചകം പറയാതെ കൊടപ്പനക്കുന്നിൽ പോയിട്ട് കൊടപ്പനക്കുന്നിൽ മാപ്പിരുന്നാൽ മാപ്പ് കൊടുക്കാവുന്ന കാര്യങ്ങളല്ല RSSുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്നും അദ്ദേഹം പറയുന്നു RSSന് ഭൂമി കൊടുക്കും. RSSുമായി ബന്ധം വിടുന്നില്ല എന്ന് മാത്രമല്ല, RSSന് ഭൂമി കൊടുക്കുകയാണ്. അങ്ങനെ RSSന് ഭൂമി കൊടുക്കുന്ന അമ്മയുടെ ഔഷധത്ത്, ഒരു കോൺഗ്രസ്സുകാരെ അമ്മയുടെ ഔഷധത്ത് നടപ്പാക്കാൻ പോകുന്ന ഒരു സ്വയം സേവകൻ, ആ സ്വയം സേവകനെ ഞങ്ങൾ തുറന്നു കാണിക്കും.
അത് കാര്യം കൂടി പറയൂ. കൊണ്ടപ്പോ ചില വിഷമങ്ങൾ ഉണ്ടായി. നിങ്ങൾ വിഷമിച്ചു. അലക്സ് കാരണം എന്താണ്? അനിൽകുമാർ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ വെള്ളം ഈ OK വാസുവിനെ കുറിച്ച് പറഞ്ഞുകൂടി പറയൂ. OK വാസു എന്ന് പറയുന്നത് 46 വർഷം RSS BJP പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാവാണ് OK വാസു. EP ജയരാജന്റെ ഒരു തിരുവോണ ദിനത്തിൽ EP ജയരാജനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അവർ കൊല്ലാൻ കഴിഞ്ഞില്ല, ജീവച്ഛവമാക്കിയിട്ടപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണ്? ശ്രീ അനിൽകുമാർ. രക്തരൂക്ഷിതമായ കണ്ണൂർ രാഷ്ട്രീയ കാലത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണ്? ശ്രീ അനിൽകുമാർ. OK വാസുവിന് വരാമെങ്കിൽ വാര്യർക്ക് എന്താ വന്നുകൂടെ എന്ന് ചോദ്യത്തിനുള്ള മറുപടി. അവിടെ കൃത്യമായ മറുപടി ഉണ്ട്. ഞങ്ങൾ OK വാസുവിനെ ആ BJP രാജിവെപ്പിച്ചു. BJPയിൽ പ്രതിസന്ധി വന്നു, BJP തർക്കമുണ്ടായി, OK വാസുവിനെ രാജിവെപ്പിച്ചു. ഞങ്ങളുടെ നോട്ടം എന്താണ്? RSനെതിരാണ്. ഞങ്ങളുടെ നോട്ടം RSനെതിരാണ്. OK വാസു RSനെ എതിർത്തപ്പോൾ OK വാസുവിനെ പിന്തുണച്ചു. സുധീഷ് പിന്നെ RSനെ തള്ളിപ്പറഞ്ഞിട്ട് RSSന്റെ ഇന്നലത്തെ ഗൂഢപ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സുധീഷ് പിന്നെയെ പിന്തുണച്ചു. സന്ദീപ് വാര്യരെയും പിന്തുണയ്ക്കാൻ തയ്യാറാണ് RSSനെ എതിർക്കുമെങ്കിൽ. ഇന്നേ നിമിഷം വരെ RSSൽ നിന്ന് രാജിവെക്കാതെ, RSSനെ എതിർക്കാതെ RSSകാരനായി കോൺഗ്രസിൽ തുടരാം, RSSകാരനായി കുടപ്പനക്കുന്ന് തറവാട്ടിൽ ചെല്ലാം, തങ്ങളെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി RSSന്റെ ദോഷങ്ങൾ ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അത് മലയാളി വിശ്വസിക്കില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുന്നതാണ് ഞങ്ങളുടെ നിലപാട്. അത് പാലക്കാട്ടെ എല്ലാ രാഷ്ട്രീയം പറയുമ്പോഴും ആ രാഷ്ട്രീയത്തോടൊപ്പം ഉയർത്തിവെക്കുന്ന ഞങ്ങളുടെ നിലപാടാണ്. അതുകൊണ്ട് പ്രതിസന്ധിയിലായത് കോൺഗ്രസ് മാത്രമല്ല. അതുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഈ നോവിന് കാരണം? മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലായി, SDPI പ്രതിസന്ധിയിലായി, ജമാഅത്തെ ഇസ്ലാം പ്രതിസന്ധിയിലായി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ UDFനെ സഹായിക്കാൻ അവിടെ പ്രവർത്തിക്കുന്ന SDPക്കാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കും കഴുത്തിൽ ചങ്ങലയിട്ട് വലിക്കുന്നു സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരെ കഴുത്തിൽ ചങ്ങലയിട്ട് വലിക്കുന്ന ആ വാര്യരെ ചുമക്കുന്ന SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ ലീഗും തുറന്നു കാട്ടപ്പെടുന്ന പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. സർജിക്കൽ സ്ട്രൈക്കിൽ ഞങ്ങളാണ് മുന്നിൽ. പാലക്കാട് സർജിക്കൽ സ്ട്രൈക്കിൽ ഞങ്ങൾ ജയിച്ചിരിക്കും.